കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ബ്രഹ്മോസിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്. പ്രോജക്റ്റ് വിഷ്ണു എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആയിരുന്നു ഇത്. എന്നാൽ ജൂലൈ 14 മുതൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ, എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യ 1500 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഈ ഒരു മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് ശബ്ദത്തേക്കാൾ 8 മടങ്ങ് വേഗത കൈവരിക്കാൻ കഴിയുന്ന ഈ ഹൈപ്പർസോണിക് മിസൈലിന് 1500 കിലോമീറ്ററിന് മുകളിലുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാനായിട്ട് സാധിക്കും. ഈ മിസൈൽ എന്ന് പറയുന്നത് എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നാണ്. ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു മിസൈൽ വരുന്നത്. DRDO തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഒരു മിസൈൽ പ്രോജക്റ്റ് വിഷ്ണുവിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു മിസൈലാണ്. അപ്പോൾ എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്ന ഈ ഒരു മിസൈലിന് പവർ കൊടുക്കുന്നത് ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ തന്നെയാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത, നമ്മുടെ തദ്ദേശീയമായി പൂർണ്ണമായും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എഞ്ചിനാണ് ഇതിന് പവർ കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് മണിക്കൂറിൽ 11,000 കിലോമീറ്ററിലധികമാണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. ഇത് ബ്രഹ്മോസിനേക്കാൾ പല മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈലായിട്ടാണ് കരുതപ്പെടുന്നത്. ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ 290 അല്ലെങ്കിൽ 450 കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയുള്ള ഒരു മിസൈൽ ആണെങ്കിൽ ഇത് 1500 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ്. ഈ ഒരു മിസൈലിന് 1000 മുതൽ 2000 കിലോഗ്രാം വരെ സ്ഫോടക വസ്തു ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇതിനെ വളരെയധികം അപകടകാരിയാക്കി മാറ്റുന്നുണ്ട്. ഒരുപോലെ ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈലാണ് ഇപ്പോൾ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത്. പ്രോജക്റ്റ് വിഷ്ണുവിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്.